അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നീറ്റ് 2026ന്റെ റിസൾട്ട്സ് ആർ ഔട്ട്. അപ്പോൾ ആദ്യം തന്നെ ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. കാരണം നിങ്ങൾ എഴുതിയത് ഈസ് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു റീനീറ്റ് കൂടെ എഴുതേണ്ട വന്ന ബാച്ചായിരുന്നു നിങ്ങൾ. സോ എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ബിക്കോസ് നിങ്ങൾ ചെയ്ത കാര്യം അത്ര ചെറിയൊരു കാര്യമല്ല. അതിന് ഇറ്റ് റിക്വയർസ് ലോട്ട്സ് ഓഫ് പേഷ്യൻസ്, അതിന് ഡെഡിക്കേഷൻ, റിസൈലൻസ് എല്ലാം വേണം. അപ്പോൾ അതിന് നിങ്ങൾ വർക്ക് ചെയ്തതിന് ആദ്യം തന്നെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാം. ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു നിങ്ങളെ തന്നെ നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ബാക്കിയുള്ള ഡെസിഷൻസ് എടുക്കേണ്ടത്. ഈ പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒരു സ്റ്റെപ്പായിരുന്നു നിങ്ങളിപ്പോൾ പാസ് ചെയ്ത് വന്നത്, നമ്മുടെ നീറ്റ് എക്സാം അല്ലേ. ഇനി അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ പാസ് ചെയ്യുന്നതിന് മുന്നേ let me tell you 5 important things which you should never do after checking out your results. So hi guys, I am Revathi Ramesh, a first year medical student at Government Medical College Kozhikode. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാണ്ട് let's move on to the video. First thing is നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ we can see everyone around us ഒരു എക്സ്പേർട്ട് ആവും അല്ലേ. എല്ലാവരും അവരുടെ സജഷൻസ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ആദ്യം പറയാം ഓക്കെ MBBS അഡ്മിഷൻ കിട്ടില്ലായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈവറ്റ് കോളേജിലായിരിക്കും അഡ്മിഷൻ ഇനി കിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ഫീസൊക്കെ ഇനി സെറ്റ് ആക്കണ്ടേ എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. അതും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം ഓക്കെ ഇനിയിപ്പോൾ MBBS വേണ്ട മറ്റേ അലൈഡ് കോഴ്സ് ഒന്ന് സെലക്ട് ചെയ്തോ, അതിന് വേണ്ടി റെഡി ആയിക്കോ. അതും അല്ലെങ്കിൽ അടുത്ത പോയതായിരിക്കും ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്തു ഒന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിന് പൊക്കോളാം. ഇങ്ങനെ പല സജഷൻസ് തരുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട്. ആൻഡ് ചിലപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ജെന്യുവൻലി നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവർ ഈ സജഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നത്. പക്ഷേ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, അവര് കണ്ട അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് മൈറ്റ് ബി ഡിഫറെന്റ്. ഈ വർഷം വരാൻ പോകുന്ന അലോട്ട്മെന്റ് പ്രോസസ് മൈറ്റ് ബി ഡിഫറെന്റ്. അപ്പൊ അത് രണ്ടെണ്ണം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ് ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് പോകുക എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഇതിനെ കുറിച്ചൊക്കെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അറ്റ് ദി മൊമെന്റ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഹാപ്പി ആവുക. വാട്ട് എവർ ദ റിസൾട്ട് മൈറ്റ് ബി, അതിപ്പോ മാർക്ക് കുറഞ്ഞോട്ടെ അതല്ല മാർക്ക് കൂടിക്കോട്ടെ, അതും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ആ ഒരു റാങ്കിലേക്ക് അല്ലെങ്കിൽ ആ മാർക്കിലേക്ക് എത്താൻ പറ്റിയില്ല എന്നും ആയിക്കോട്ടെ, സ്റ്റിൽ ബി ഹാപ്പി. കാരണം നിങ്ങൾ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് ഇപ്പൊ ഒന്ന് കടന്നു പോയത്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ വെരി സ്മോൾ തിങ്. അപ്പൊ അത് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഇപ്പോൾ. നമ്പർ 2, നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യമാണ് യു വിൽ സ്റ്റാർട്ട് കമ്പയറിങ് യുവർ സെൽസ് വിത്ത് അതേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റ എടുക്കും, വാട്സാപ്പ് എടുക്കും, അവരുടെ സെലിബ്രേഷൻ വീഡിയോസ്, സക്സസ് വീഡിയോസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ അതായത് നമ്മുടെ ഇന്റർനെറ്റ് വിൽ ബി ഫ്ലഡഡ് വിത്ത് സച്ച് വീഡിയോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലായിടത്തും നമുക്ക് അതിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് കമ്പയറിങ് യുവർ സെൽസ് വിത്ത് ദെം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, രണ്ടുപേരുടെയും ജേർണീസ് ആർ സോ ഡിഫറെന്റ്. ഓക്കെ, നിങ്ങൾ പാസ് ചെയ്ത് പോയൊരു ഫേസ് ആവില്ല മറ്റൊരാൾ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതേപോലെ തന്നെ രണ്ടുപേരും ചിലപ്പോൾ ദി അതർ പേഴ്സൺ മൈറ്റ് ഹാവ് വർക്ക് ഫോർ ഇയേഴ്സ് ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആണ്, നിങ്ങൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്ത് നിങ്ങൾ ആ ഒരു എന്താ പറയാ അത്ര വിഷമിച്ച് പോകേണ്ട ഒരു ടൈം അല്ല ഇത്. നിങ്ങൾക്ക് ആ കമ്പാരിസൺ എന്തായാലും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ഇറ്റ് വിൽ ഓൾസോ എഫക്ട് യുവർ മെന്റൽ ഹെൽത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാക്സിമം പോകാണ്ടിരിക്കുക. ഡോണ്ട് എന്താ പറയാ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമ്പയർ ചെയ്യണ്ട. അതേപോലെ നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കൂ, അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ. കാരണം നമുക്കിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടുക എപ്പോഴാണ് നമ്മുടെ കേരള റാങ്ക് വരിക, അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ കേരളയിൽ തന്നെ സീറ്റ് നോക്കുന്നവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. അതർ ദാൻ ദാറ്റ് ഇപ്പൊ നമുക്ക് ഓൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് നമുക്ക് എവിടെയൊക്കെ കിട്ടും എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. സോ ഇപ്പോഴേ അത് ഓർത്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത് കേട്ടോ. ഇനി നമ്പർ 3, സോഷ്യൽ മീഡിയ വിൽ ബി ഫ്ലഡഡ് വിത്ത് പ്രൊഡക്ഷൻ വീഡിയോസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, കുറേ അധികം നമുക്ക് നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ആവട്ടെ ഇൻസ്റ്റ ആവട്ടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രൊഡക്ഷൻ വീഡിയോസ് കാണാൻ പറ്റും. ഇത്ര കട്ട് ഓഫ് റേഞ്ചിലുള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടുക, ഗവൺമെന്റ് സീറ്റ്സ് ഒക്കെ ഇത്രയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രൊഡക്ഷൻ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ജസ്റ്റ് നമുക്ക് തരുന്നത് നമുക്കൊരു റെഫറൻസ് റേഞ്ച് ആണ്.
അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു റെഫറൻസ് റേഞ്ച് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കാം വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷൻസ് മാത്രമാണ് അത്. അപ്പൊ അത് വെച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിസിഷനിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അലോട്ട്മെന്റ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ അതായത് പ്രഡിക്ഷൻ വീഡിയോസ് വെച്ച് മാത്രം നിങ്ങളൊരു മെയിൻ ഡിസിഷൻസിലേക്കൊന്നും എടുക്കാൻ നോക്കരുത്. നമ്പർ 4, കൗൺസിലിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് കേട്ടോ. അതായത് ഇനിയിപ്പോ നമ്മൾ എക്സാംസ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, ഓക്കെ മെയിൻ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞുവല്ലോ, ഇനിയിപ്പോ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ റിലാക്സ്ഡ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, കൗൺസിലിംഗ് നമ്മൾ എക്സാംസ് എഴുതുന്ന പോലെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ നല്ല മാർക്കുള്ള ഒരു കുട്ടിക്ക് പോലും നമ്മൾ കൗൺസിലിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് പോലും കിട്ടാണ്ടിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൗൺസിലിംഗിന്റെ ഡേറ്റ്സ് എപ്പോൾ ഓപ്പൺ ആക്കും, ഫോം ഒക്കെ എപ്പോഴാണ് ഫില്ല് ചെയ്യേണ്ട വരിക, അതിന്റെ ഡെഡ് ലൈൻസ് ഒക്കെ ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കാൻ ഉള്ളൊരു ടൈമാണ് ഇത്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതിന് വേണ്ടി ചെയ്യുക. ഇല്ലാണ്ട് ഒരു ഡേറ്റ് പോലും മിസ്സായി പോകരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നൊരു ചോയ്സ് ഫില്ലിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് ഒരു സീറ്റ് ഒരിക്കലും നഷ്ടമായി പോകരുത്. അപ്പോൾ നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതിയതാണ്. അപ്പൊ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാരണം അങ്ങനെ നമുക്കൊരു സീറ്റ് നഷ്ടമായി പോകരുത് കേട്ടോ. ഇനി നമ്പർ 5, ഡോണ്ട് ലെറ്റ് ദിസ് റിസൾട്ട് ഡിറ്റർമൈൻ യുവർ സെൽഫ് വർത്ത്. എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഫേസ് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റൂ കേട്ടോ. അതായത് ഐ ഹാവ് ഓൾസോ പാസ്ഡ് ത്രൂ ദിസ് ഫേസ്. അപ്പം അതായത് ഇപ്പോൾ ദിസ് പോയിന്റ് ഇസ് നോട്ട് ഫോർ സമ്മൺ ഹു ഹാസ് യുനോ നല്ല ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉള്ള പോയിന്റ് അല്ല ഇത്. ദിസ് ഇസ് ഫോർ സമ്മൺ ഹു ഹാസ് വർക്ക്ഡ് റിയലി ഹാർഡ് എന്നിട്ട് അവർ വിചാരിച്ച അത്ര ഒരു റാങ്കിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഇത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ തലയിൽ ആദ്യം വന്നിട്ടുണ്ടാവുക, ഓക്കെ ഞാൻ ഇത്രയും വർക്ക് ചെയ്തു, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും സ്റ്റിൽ ഞാൻ എന്തുകൊണ്ടാണ് അവിടെ എത്താത്തത്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു മാർക്കിലേക്ക് എന്തുകൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന കുറേയധികം കുട്ടികളുണ്ടാവും. നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ ഒരു മാർക്ക് അല്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ആണ് നിങ്ങളുടെ ഒരു സെൽഫ് വേർത്തിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പോണേ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഐ ഹാവ് ഓൾസോ പാസ് ടു ദിസ്. അപ്പൊ എനിക്കത് ക്ലിയർലി മനസ്സിലാവും. ഐ ഹാവ് ഓൾസോ എന്താ പറയാ ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ കൂടെ എനിക്കും പോയിട്ടുണ്ട് ഞാൻ. അതായത് ഞാൻ എന്റെ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ, അതായത് ഫസ്റ്റ് റിപ്പീറ്റ് BAMS ഞാൻ ജോയിൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഞാൻ ഈ ഒരു സ്റ്റേജ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ബിക്കോസ് ഐ ഹാവ് വർക്ക് ലൈക്ക് ഹെൽ. ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടും ഐ സ്റ്റിൽ റിമെമ്പർ എക്സാം ടൈമിൽ എൻ്റെ ആ ഒരു സ്ട്രെസ് കാരണം ഞാൻ കുറേ ബ്ലണ്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് എൻഡഡ് അപ്പ് ഇൻ ഗെറ്റിംഗ് എ ലോവർ റാങ്ക് ദാൻ ദി എക്സ്പെക്റ്റഡ്. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്തൊരു പോയിന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ വഴികൾ ഇനിയും മുന്നോട്ട് ഇഷ്ടം പോലെ തുറന്നു വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാം, ഈ ഒരു മാർക്ക് മാത്രമാണ് നിങ്ങളുടെ എന്താ പറയാ മെയിൻ ഗോൾ, ലൈഫിലെ മെയിൻ ഗോൾ എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. സോ അത് ഓർത്തിട്ട് ആരും ടെൻഷൻ അടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനോ നിൽക്കരുത്. സോ ഡു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇതൊരു നിങ്ങളുടെ ലൈഫിലെ ലാസ്റ്റ് ചാപ്റ്റർ ഒന്നും അല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പൊ നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത് കേട്ടോ. വാട്ട് എവർ ദ റിസൾട്ട്, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു റാങ്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഐ എം റിയലി വെരി മച്ച് പ്രൗഡ് ഓഫ് യു ഗൈസ്. കാരണം ഐ കെൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് വാട്ട് യു ആർ ഗോയിങ് ത്രൂ റൈറ്റ് നൗ. എന്തൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ പോകുന്നത് എന്നൊക്കെ എനിക്ക് ക്ലിയർലി ഇപ്പൊ ഏകദേശം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് us ആർ റിയലി പ്രൗഡ് ഓഫ് യു. കാരണം നിങ്ങൾ പാസ് ചെയ്ത് പോയത് അത്രയും ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെയാണ്. കാരണം ഫസ്റ്റ് ഒരു നീറ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് അത് ക്യാൻസലായി, വീണ്ടും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് റീനീറ്റ് എഴുതേണ്ട വന്നൊരു ബാച്ചാണ്. അപ്പോൾ ആ ഒരു മെന്റൽ സ്ട്രെസ് ആൻഡ് പ്രഷർ നിങ്ങൾ പാസ് ചെയ്ത് പോയത് ഇസ് നോട്ട് സ്മോൾ. അപ്പോൾ നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എഫേർട്സ് ഒക്കെ അത്ര 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്തായാലും നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക ആൻഡ് ബി ഹാപ്പി, റിലാക്സ് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഡെഡ് ലൈൻസ് ഒക്കെ, അതായത് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഡെഡ് ലൈൻസ് ഒക്കെ വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് എപ്പോഴും നോട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സി യു സൂൺ.